blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ദിവസം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. ബി ഓപ്പൺ ടു ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഒരു വെൽ വിഷറാണ് ഫ്രം കോയമ്പത്തൂർ. നമുക്ക് ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായി ലോകം എമ്പാടുമുള്ള പ്രേക്ഷകർ ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തനിക്ക് ലഭിക്കേണ്ട ഒരു കോടതി വിധി ലഭിക്കുവാനും പണം തിരികെ ലഭിക്കുവാനും അങ്ങ് സഹായിക്കണമേ. മൂത്ത മകന് വേണ്ടി പ്രാർത്ഥിക്കുക. തൻ്റെ ബൈബിൾ സ്റ്റഡിയിൽ നല്ല ഒരു റിസൾട്ട് ഉണ്ടാകാനും ഡിപ്രഷൻ പരിപൂർണമായി മാറി സൗഖ്യമാകാനുമായി പ്രാർത്ഥിക്കുന്നു. ഇളയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മീയ അനുഗ്രഹങ്ങളാൽ അങ്ങ് നിറയ്ക്കണമേ. തൻ്റെ ജോലിയിൽ പ്രമോഷൻ നൽകണമേ. ഗ്രാൻഡ് ചൈൽഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ആരോഗ്യത്തിനായി എല്ലാവിധ അനുഗ്രഹങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ എങ്ങനെ അനുഗ്രഹങ്ങളാൽ നിറച്ച് നടത്തുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിലേക്ക് പോകാം. ഒരു വീട്ടിൽ ചെയ്ത പല അത്ഭുതങ്ങൾ, യേശു ചെയ്ത നന്മകൾ, ഇത് വിവരിച്ച് കേൾക്കുമ്പോൾ, അനുഭവ സാക്ഷ്യത്തിലൂടെ കേൾക്കുമ്പോൾ നാം സേവിക്കുന്നതും അതേ ദൈവത്തെയാണ്. നമ്മെ സ്നേഹിക്കുന്ന വാത്സല്യമുള്ള നമ്മുടെ പിതാവ്. അവൻ നമുക്ക് വേണ്ടി, ഓരോരുത്തർക്കും വേണ്ടിയും എണ്ണിക്കൂടാനാവാത്ത നന്മകൾ അവൻ ചെയ്യും. വിശ്വാസത്തോടുകൂടെ ഈ സാക്ഷ്യം ശ്രദ്ധിക്കുക. ബ്രദർ, ഈ ആൻറ്റിയുടെ പേര് മിനി എന്നാണ്, ചെങ്ങന്നൂരിൽ നിന്നാണ് തോന്നുന്നത്. ഈ ആൻറ്റിക്ക് 2 സാക്ഷ്യമാണുള്ളത്. ഈ ആൻറ്റിക്ക് കഴിഞ്ഞ വർഷം ഇടയ്ക്കിടയ്ക്ക് രാവിലെ മുതൽ സന്ധ്യാസമയം വരെ ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ, വലത്തെ ചെവിയിൽ എന്തോ മൂളുന്നതായിട്ട് കേൾക്കുമായിരുന്നു എപ്പോഴും. അതുകൊണ്ട് തനിക്ക് ജോലി ചെയ്യാൻ, തനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ മൂളൽ കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ ദൈവം ചെയ്ത അത്ഭുതം എന്ന് വെച്ചാൽ, ഞാൻ 2012 ഫെബ്രുവരി മാസം സൂര്യ TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഇങ്ങനെ TV പ്രോഗ്രാം കണ്ടുകൊണ്ട് ബ്രദർ പരിശുദ്ധാത്മാവോട് വിളിച്ചു പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെവിയിൽ മൂളൽ കേൾക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. കാതിൻ്റെ അകത്ത് ഭയങ്കരമായി മൂളൽ ശബ്ദം കേൾക്കുന്ന ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതേ വാക്കുകൾ തന്നെ ബ്രദർ എടുത്തു പറഞ്ഞു. അത് ആൻറ്റി ഏറ്റെടുത്തു. പിറ്റേ ദിവസം കുറച്ചുണ്ടായിരുന്നു. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് അത് പൂർണ്ണമായി സൗഖ്യമാക്കി. ഇന്നിപ്പോൾ 1 വർഷവും 1 മാസവുമായി ഇതുവരെ ആ മൂളൽ ചെവിയിൽ കേട്ടിട്ടില്ല. പൂർണ്ണമായി സൗഖ്യമായി വീട്ടിൽ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. യാതൊരു കുഴപ്പവുമില്ലെന്നാണ് സാക്ഷ്യം പറയുന്നത്. രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് തൻ്റെ മകളുടെ ജീവിതത്തിൽ മകൾക്കൊരു ജോലിയില്ലായിരുന്നു. BSc നേഴ്സിംഗ് പഠിച്ചു, ഇറങ്ങി, പക്ഷെ ജോലിയില്ലായിരുന്നു. എന്നാൽ നമ്മുടെ 2012 നവംബർ മാസത്തിൽ അടൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിൽ വന്ന് അമ്മയും മോളും കൂടി പങ്കെടുത്തു. അതിങ്ങനെ ബ്രദർ ഇങ്ങനെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ജോലിയില്ലാതെ വല്ലാതെ ഭാരപ്പെടുന്നവർക്ക് കർത്താവ് ജോലി നൽകാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവോട് വിളിച്ചു പറഞ്ഞു. അത് ഏറ്റെടുത്ത് പിറ്റേ ആഴ്ച തന്നെ ജയ്പൂരിൽ നിന്ന് ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഓഫർ വന്നു. ഇപ്പോൾ മോളവിടെ 4 മാസമായി മോളവിടെ ആയിരിക്കുകയാണ്. ഈ 2 സാക്ഷ്യമാണ് കർത്താവ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. എത്ര പേർക്ക് അത് കേട്ടിട്ട് നമുക്ക് സന്തോഷമുണ്ട്. കർത്താവേ, നിൻ്റെ മകൾക്ക് നൽകിയ ഈ 2 അത്ഭുതങ്ങൾക്കായി നന്ദി പറയും. കാതിനെ കർത്താവ് സൗഖ്യമാക്കി, അതോടൊപ്പം മകൾക്ക് കൊടുത്ത ജോലിക്കുമായി നന്ദി. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കൈകളെ ഉയർത്തി പ്രാർത്ഥിച്ചാലും കർത്താവേ, ഇതുപോലെ അവസ്ഥകളിലായിരിക്കുന്ന പല കുടുംബങ്ങൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാതുകളുടെ പ്രശ്നമോ, കണ്ണുകളുടെ പ്രശ്നമോ, ഏതെങ്കിലും അവയവത്തിൻ്റെ പ്രശ്നം,
ഇപ്പോൾ അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. അതുപോലെ ജോലിയില്ലാത്തവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനിടയിലുണ്ടല്ലോ കർത്താവെ ഒരു ജോലി തേടുന്നവർ, ഇതിനിടയിലുണ്ടല്ലോ. അതല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു ജോലി വേണ്ടവരുണ്ടല്ലോ. ഈ സാക്ഷ്യം കാണുന്നുണ്ടല്ലോ. അവരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ആഴ്ചയിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദേശ പരമ്പര, മെസ്സേജ് സീരീസ് ഗോഡ് ഹൂ റിമെമ്പേഴ്സ് അസ്, നമ്മെ ഓർക്കുന്ന ദൈവം. ദൈവം നമ്മെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ ചിലർക്ക് പെട്ടെന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പോൾ ദൈവത്തിന് മറവിയുണ്ടോ? ദൈവം നമ്മളെ മറന്നു കളയുമോ? ഇതിനെ ആക്ച്വലി ആന്ത്രപ്പോമോർഫിസം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ, വേഷത്തിൽ ദൈവം ചില കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യും. നമുക്ക് മറവിയുണ്ട്, ദൈവത്തിന് മറവിയൊന്നുമില്ല. ദൈവം സർവശക്തനാണ്, ദൈവം സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. ആ ദൈവത്തിൽ ഒരു മറവിയുമില്ല, ഒന്നും മറന്നു പോകുന്നില്ല. എന്നാൽ ദൈവം ചിലരെ ഓർത്തു, ദൈവം ഓർത്തു എന്ന് ബൈബിൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരൊറ്റ അർത്ഥം ഇതാണ്: ഗോഡ് കെയിം ഇൻ ടു ആക്ഷൻ ഫോർ ദാറ്റ് പേഴ്സൺ. ആ വ്യക്തിക്ക് വേണ്ടി കർത്താവ് എന്തോ ചെയ്യാൻ തുടങ്ങി എന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം നിങ്ങളെയും ഓർക്കുന്നു. സഹോദര, സഹോദരി, ദൈവം നിങ്ങളെ ഓർക്കുന്നു. എന്ന് വെച്ചാൽ ഇതുവരെ പ്രാർത്ഥിച്ച, ഇതുവരെ കാത്തിരുന്ന, ഇതുവരെ ആഗ്രഹിച്ച ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി പ്രവർത്തിക്കാൻ സമയമായി. അതല്ലെങ്കിൽ നിങ്ങൾ ഈ സന്ദേശ പരമ്പര കേൾക്കുകയില്ല. അതുകൊണ്ട് വിശ്വസിക്കുക. തുടർന്ന് നമുക്ക് കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിലേക്ക് ചെന്ന് അന്ന് നൽകപ്പെട്ട സന്ദേശത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് ഈ സമയത്ത് കേൾക്കാൻ കഴിയും. അതിനുശേഷം ഞാൻ മടങ്ങി വന്ന് നിങ്ങളോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. God remembers whatever you have done for him. ദൈവത്തിനു വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത് അതും ദൈവം ഓർക്കുന്നു. There is another Bible character in the Old Testament called Abraham. അബ്രഹാം എന്ന പേരിൽ മറ്റൊരു ബൈബിൾ കഥാപാത്രത്തെ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. In the book of Genesis. അത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് നാം വായിക്കുന്നത്. One day he was sitting in his home. ഒരു ദിവസം അബ്രഹാം തന്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. God wanted to visit his house. ദൈവം ഒരിക്കൽ അവന്റെ വീട് സന്ദർശിക്കാൻ ആഗ്രഹിച്ചു. Hello. We make house visits, but here God wanted to visit house of Abraham. നാം സാധാരണയായിട്ട് വീടുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ ദൈവം ഒരു മനുഷ്യന്റെ, അബ്രഹാമിന്റെ വീട് വിസിറ്റ് ചെയ്യാൻ, സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു. God did not come in his own form. ദൈവം ഒരിക്കലും അങ്ങനെ ഒരു വീട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവന്റെ മുഴു രൂപത്തിലല്ല ഇറങ്ങി വരുന്നത്. He came in the form of 3 men. ദൈവം ഇപ്പോൾ വന്നിട്ടുള്ളത് 3 മനുഷ്യരുടെ രൂപത്തിലായിരുന്നു. 3 men. 3 പുരുഷന്മാർ. I believe this shows the Trinity, the Father, Son and the Holy Spirit. ഞാൻ വിശ്വസിക്കുന്ന അബ്രഹാമിന്റെ മുൻപിൽ വന്ന ആ 3 പുരുഷന്മാർ അത് ത്രിത്വത്തെയാണ് കാണിക്കുന്നത്. പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. And they came and pressed the calling bell. അവര് വന്നിട്ട് അബ്രഹാമിന്റെ വീടിന്റെ കോളിംഗ് ബെൽ അടിച്ചു. In today's terms. ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഞാൻ പറയുന്നത്. അവിടെ കോളിംഗ് ബെൽ ഒന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. You know what Abraham did? അബ്രഹാം എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ശല്യങ്ങൾ 3 എണ്ണം വന്നേക്കണി, എന്ത് കൊടുക്കും? സ്ക്വാഷ് ഉണ്ട്. സാറേ വല്ലതുണ്ടോ ഇവിടെ? He did not respond like that. He went and bowed down, fell prostrate before them. അവൻ ഒരിക്കലും ഇതുപോലെ ഒരു പരാതിയുടെ പ്രതികരണമല്ല ചെയ്തത്. മറിച്ച് ഈ 3 പുരുഷന്മാരുടെ മുൻപാകെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. And he washed their feet. എന്നിട്ട് അവരുടെ കാലുകളെ അവൻ കഴുകി. And he welcomed them, ushered them in. Come. എന്നിട്ട് അവർ ഇതുപോലെ താണു വണങ്ങി അവനെ അകത്തേക്ക് ആനയിച്ചു. And then Sarah cooked a great meal for the 3 men. എന്നാൽ അവിടെ സാറ അമ്മച്ചി ചെയ്തത് ആ 3 പുരുഷന്മാർക്ക് വേണ്ടി ഒരു വലിയ സദ്യ തന്നെ കഴിപ്പിച്ചു. An elaborate meal for them. വളരെ വിഭവ സമൃദ്ധമായ ഒരു സദ്യ ഉണ്ടാക്കി. And when they were leaving, they blessed
Abraham and Sarah. അവർ പോകുന്ന സമയത്ത് അവർ അബ്രഹാമിനെയും സാറായെയും അനുഗ്രഹിച്ചു. Listen to me. ദയവായി എന്നെ ശ്രദ്ധിച്ചാലും. Abraham and Sarah, the great couple, they showed great hospitality and love and respect for the three guests. ഇവിടെ അബ്രഹാമും സാറയും ചെയ്തത് അവരുടെ മുൻപിൽ വന്ന ആ 3 പുരുഷന്മാർക്ക് എല്ലാ ആതിഥ്യ മര്യാദകളോട് കൂടിയ സ്നേഹവും അതുപോലെ സഹകരണവും പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്. In our time, God noted it down on such and such date. Abraham and Sarah treated us well. Everything was written in God's record. ഇന്നത്തെ കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ദൈവം തന്റെ കണക്ക് പുസ്തകം എടുത്തിട്ട് ഇന്ന ദിവസം അബ്രഹാമും സാറയും ഞാനും എൻ്റെ കൂട്ടുകാരും ചെന്നപ്പോൾ ഇത്ര മനോഹരമായി ഞങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് എഴുതി വെച്ചു. Do you know what happened? എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? Many years passed by. ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞുപോയി. Abraham's children multiplied and became a nation. അബ്രഹാമിന്റെ സന്തതികൾ പെരുകി അതൊരു രാജ്യമായി ഒരു വലിയ വംശമായി തീർന്നു. So many millions of people today. ഇന്ന് അബ്രഹാമിന്റെ സന്തതികൾ എന്നുള്ളത് ദശലക്ഷക്കണക്കിന് ആളുകൾ നിറഞ്ഞതാണ്. God said, ദൈവം പറഞ്ഞു, when I visited Abraham's home, ഞാൻ അബ്രഹാമിന്റെ വീട് സന്ദർശിച്ചപ്പോൾ they treated us with great hospitality. അവർ ഞങ്ങളെ സകല നല്ല ആതിഥ്യ മര്യാദകളോട് കൂടിയാണ് സ്വീകരിച്ചത്. I am going to feed Abraham's children and generation. ഞാൻ എൻ്റെ ഈ അബ്രഹാമിന്റെ സന്തതിയെ അനേക തലമുറകളെ ഞാൻ അവരെ പോഷിപ്പിക്കാൻ പോകുകയാണ്. Now Abraham's children were in the desert. ഇപ്പോൾ അബ്രഹാമിന്റെ സന്തതികൾ ഇപ്പോൾ മരുഭൂമിയിൽ കിടക്കുകയാണ്. God said, I will feed them. ഓ, പണ്ട് എന്നെ കഴിപ്പിച്ചത് കൊണ്ട് ഇന്ന് ഞാൻ അവന്റെ സന്തതികളെ കഴിപ്പിക്കാൻ പോകുകയാണ്. I will run a special catering unit for Abraham's children. അതുകൊണ്ട് മരുഭൂമിയുടെ നടുവിൽ അബ്രഹാമിന്റെ മക്കൾക്ക് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ കേറ്ററിംഗ് യൂണിറ്റ് തുടങ്ങാൻ പോകുകയാണ്. ഹലോ 3 million people, they had breakfast, lunch, dinner, snacks every day. No bakery, no other system, no oven, nothing, but God fed them with manna and quail. നോക്കുക, 30 ലക്ഷത്തോളം വരുന്ന ജനസമൂഹത്തിന് മരുഭൂമി യാത്രയിൽ അബ്രഹാമിന്റെ സന്തതികൾക്ക് അവിടെ ഒരു അടുക്കളയും ഇല്ലാതെ, ഒരു അവനും പ്രവർത്തിക്കാതെ, ഒരു ബേക്കറിയും ഇല്ലാതെ, ഇടതടവില്ലാതെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം കൊടുത്ത് ദൈവം നടത്തി. Every morning when they woke up, they had the breakfast ready at the doorsteps. ഓരോ ദിവസവും അവർ കണ്ണുതിരുമി എഴുന്നേറ്റ് വരുമ്പോൾ സഹോദരന്മാരെ ഓർക്കുക, വീടിന്റെ മുൻപിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരുന്നു. God showered manna from heaven. സ്വർഗ്ഗത്തിൽ നിന്ന് അവൻ മന്ന പൊഴിച്ച് പ്രഭാത ഭക്ഷണം അവൻ കൊടുത്തു. Only one people group in the world, they had heavenly food for 40 years, cooked not on earth but in the oven in heaven. ഒരൊറ്റ സമൂഹം മാത്രമേ 40 വർഷക്കാലം കൈകൊണ്ടൊരു വേല ചെയ്യാതെ, അടുക്കളയിൽ ഒരു പണിയും ചെയ്യാതെ, കുടുംബങ്ങളായി സ്വർഗ്ഗത്തിലെ അവനിൽ, സ്വർഗ്ഗത്തിലെ അടുക്കളയിൽ ചുട്ടെടുത്ത ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. അതാണ് ഇസ്രായേൽ ജനം. Why? Because Abraham did a good thing for God when God visited his home. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ദൈവം അബ്രഹാമിന്റെ കുടുംബത്തിൽ ഇറങ്ങിച്ചെന്നപ്പോൾ അബ്രഹാം ദൈവത്തിന് നല്ല രീതിയിൽ ആതിഥ്യ മര്യാദ കൊണ്ട് അവനെ കഴിപ്പിച്ചത് നിമിത്തം. God is the greatest grateful person in the universe. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ നന്ദിയുള്ള വ്യക്തിത്വം എന്നുള്ളത് കർത്താവ് മാത്രമാണ്. എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്താൽ അതിന്റെ നന്ദി അവൻ കാണിച്ചിരിക്കും. ആമേൻ. ഹല്ലേലൂയ. അബ്രഹാം ആകെ 3 പറ മാവ് എടുത്ത് കുറച്ച് ഇറച്ചിയും വെച്ച് കുക്ക് ചെയ്ത് 3 പേരെ തീറ്റിയതിന് അവരുടെ തലമുറ മുഴുവൻ, പ്രത്യേകിച്ച് 40 വർഷം മരുഭൂമിയിലായിരുന്നപ്പോൾ കാടപ്പക്ഷികളെ കർത്താവ് ഇങ്ങനെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ കൈനീട്ടി ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ, കാടപ്പക്ഷി അല്ലാതെ പിടിക്കാൻ കിട്ടുമോ? ഇത്രയും ജനത്തിന് കഴിക്കണം. ഇങ്ങനെ വന്ന് നിൽക്കുക, ഡോർ സ്റ്റെപ്പിൽ വന്ന് നിൽക്കുക, ഇങ്ങനെ എടുക്കുക, മുറിക്കുക, ഇങ്ങനെ എടുക്കുക, മുറിക്കുക, ഇടുക. മഞ്ഞങ്ങ് മാറ്റിയാൽ മാത്രം മതി, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും റെഡി. ആമേൻ.
Hallelujah. Hallelujah. കർത്താവ് പ്രത്യേകമായി സ്വർഗത്തിൽ കുക്ക് ചെയ്ത് ഇറക്കി കൊടുത്തു. എന്തെങ്കിലും യേശുവിന് വേണ്ടി നീ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർക്കണം, നന്ദിയുള്ള ഒരു സ്വർഗസ്ഥ പിതാവിനാണ് നീ കൊടുത്തിരിക്കുന്നത്. നിന്നെ മാത്രമല്ല, നിന്റെ തലമുറയെ, നിന്റെ പെൺപിള്ളാരെ, ആൺപിള്ളേരെയും തലമുറകളെ നടത്തുവാൻ അവന് ശക്തിയുണ്ട്. അവന്റെ പോക്കറ്റിൽ കാശുണ്ട്, അവന്റെ ഭണ്ഡാരത്തിൽ വേണ്ടത്രയുണ്ട്. യേശുവിന് വേണ്ടി, അവന്റെ സുവിശേഷത്തിന് വേണ്ടി എന്തെല്ലാം നീ ചെയ്തോ അതിനെല്ലാം നന്ദിയോടെ ഓർത്ത തലമുറകളെ പറ്റുവാൻ ഈ പിതാവ് ശക്തൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാശില്ലാഞ്ഞിട്ട് ഉള്ള കാശ് ഒരു തരത്തിൽ ഒപ്പിച്ച ഒരു ബ്ലെസ്സിംഗ് ടുഡേ നീ സ്പോൺസർ ചെയ്തു. കർത്താവ് തന്റെ കണക്ക് പുസ്തകത്തിൽ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. തലമുറകളിലേക്ക് നന്മ പ്രതീക്ഷിക്കാം. നല്ല മലയാളത്തിൽ പറയാ, നീ മുടിഞ്ഞു പോവില്ല. കാരണം നീ ചെയ്തത് ബ്ലെസ്സിംഗ് ടുഡേക്ക് വേണ്ടിയല്ല, ദൈവത്തിന്റെ നിത്യരാജ്യത്തിന്റെ സുവിശേഷത്തിന് വേണ്ടിയാ. കർത്താവ് പറഞ്ഞു, if you give only 200 ml or 300 ml of cold water, I will give you reward. കർത്താവ് പറഞ്ഞു, നീ ഒരു ഗ്ലാസ് തണ്ണീർ കൊടുത്താൽ അത് ഞാൻ ഇതിനുപോലും പ്രതിഫലം കിട്ടാതെ പോകയില്ല. നന്ദി പറയാമോ? കൈകൾ ഉയർത്തി നന്ദി പറഞ്ഞാലോ? നന്ദി. Thank you, Lord. Thank you. Please sit. I want to tell you something more. ദയവായി ഇരുന്നാലും ചില കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. Hebrew chapter 6 and verse number 10. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം. God will remember your work and your love. God is not unjust. He will not forget your work and the love you have shown him as he have helped his people and continue to help them. 10-ാമത്തെ വചനം, വിശുദ്ധർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തതും ഇപ്പോൾ ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തന്റെ നാമത്തോട് നിങ്ങൾ കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം ദൈവം അനീതിയുള്ളവനല്ല. It says God will remember your work and your love. Two things. അവിടെ നാം കാണുന്നു, ദൈവം നമ്മുടെ സ്നേഹത്തെയും നമ്മുടെ പ്രവൃത്തിയും ഓർക്കുന്നു. If you love him and if you love God's people, God will remember it. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നെങ്കിൽ, അവന്റെ ജനത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവനത് ഓർത്ത് വെക്കുന്നു. And everything you do for the Lord, every work that you do for the Lord, God will remember. ദൈവത്തിനു വേണ്ടി, ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അവൻ ഓർത്തു വെക്കുന്നു. You may be a blessing group leader, but you have so many struggles and sufferings in your own life. Don't care. Just focus in the ministry, in the work. One day God will reward you because of the work, the ministry you are doing today. നിങ്ങൾ ഒരു പക്ഷെ ഒരു ബ്ലെസ്സിംഗ് ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ശുശ്രൂഷകനാകാം, ശുശ്രൂഷക്കാരത്തിയാകാം. ഇതിനിടയിൽ ഒത്തിരി പ്രശ്നങ്ങൾ, പ്രതിബന്ധങ്ങൾ നിങ്ങൾ സഹിച്ചുകൊണ്ടായിരിക്കാം ദൈവത്തിന്റെ പ്രവർത്തികൾ, വേല നിങ്ങൾ ചെയ്യുന്നത്. ഓർക്കുക, ഒരു ദിവസം കർത്താവിന്റെ കണക്ക് പുസ്തകം തുറക്കുന്ന ഒരു ദിവസമുണ്ട്. അവൻ നിന്നെ ഓർക്കുന്ന ദിവസമുണ്ട്. നീ ചെയ്യുന്ന പ്രവർത്തികൾ മറന്നു കളയാൻ അവൻ അനീതിയുള്ള ദൈവമല്ല, അവൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. Maybe you are sacrificing everything. You are ministering in the Sunday school department. You are missing a lot here and you are working in that department, sacrificing. Do you know something? Angels are very busy writing down whatever you are doing so that God can reward you one day in the due time. ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് സൺഡേ സ്കൂൾ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കാം. ഈ ശുശ്രൂഷകൾ ഇവിടെ നടക്കുന്ന സമയത്ത് പലപ്പോഴും നിങ്ങളുടെ പല ഭാഗങ്ങളും ശുശ്രൂഷയുടെ ആ രാത്രിയുടെ പലതും നിങ്ങൾക്ക് നഷ്ടമായി പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ത്യാഗ മനോഭാവത്തോടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് പ്രവർത്തിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ വളരെ ബിസിയാണ്. നിങ്ങൾക്ക് വേണ്ടി തന്റെ കണക്ക് പുസ്തകത്തിൽ അവൻ എഴുതിക്കൊണ്ടിരിക്കണം. ദൈവം നിന്നെ ഓർക്കുന്ന ഒരു ദിവസമുണ്ട്. Maybe you are traveling from place to place in serving and ministering in blessing festivals, taking leave from your job from one place to another. Angels are
taking down everything. ഓർക്കുക, ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് വേണ്ടി നിങ്ങൾ ലീവ് എടുത്തുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് വേണ്ടി നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൽ വന്ന് നിങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം തന്റെ കണക്ക് പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. Hallelujah. Palakkad, Chalakudi, Kumali, everywhere you are rushing. Do you know something? Generations. I said generations. I said generations will be blessed because of the work you are doing today for the Lord. പാലക്കാട്, ചാലക്കുടി, കുമളി എന്നൊക്കെ പറയുമ്പോൾ എല്ലായിടത്തും സഹിച്ച് കഷ്ടപ്പെട്ട് ബസ് കയറി അവിടെ വന്ന് കർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ തലമുറകൾ, ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ തലമുറകൾ, ഞാൻ ആവർത്തിക്കട്ടെ തലമുറകൾ, നിന്റെ തലമുറകളെ ദൈവം ഓർത്തനുഗ്രഹിച്ചിരിക്കും. ഒരു വാക്യം കുറിച്ചു വയ്ക്കാമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത്, ആർ നോട്ട് 5 sparrows sold for 2 pennies? കാശിന്, 2 കാശിന് 5 കുരികളിലെ ചില സമയത്ത് വിൽക്കുന്നുണ്ട് അന്നത്തെ കാലത്ത്. Yet not one of them is forgotten by God. അതിൽ ഒന്നിനെപ്പോലും ദൈവം മറന്നു കളയുന്നില്ല. അതിനുശേഷം 7-ാമത്തെ വാക്യത്തിൽ പറയുന്ന, Indeed the very hairs of your head are all numbered. Don't be afraid, you are worth more than many sparrows. നിങ്ങളുടെ തലയിലെ മുടി ഓരോന്നും എണ്ണപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിന് ഓരോന്നിനും നമ്പർ നൽകിയിരിക്കുന്നു എന്ന് മാത്രമല്ല, കുരികിലുകളേക്കാൾ നിങ്ങൾ വിലയേറിയവരല്ലയോ? ദൈവം ചോദിക്കുക. വേറൊരു വാക്യം കൂടി എഴുതി വയ്ക്കുക. എബ്രായ ലേഖനം 6:10 അതിൽ പറയുന്ന, ഗോഡ് വിൽ റിമെമ്പർ യുവർ വർക്ക് ആൻഡ് യുവർ ലവ്. ദൈവം നിങ്ങളുടെ സ്നേഹത്തെയും നിങ്ങളുടെ പ്രവൃത്തിയെയും ഓർക്കുന്നു, ഓർമ്മിക്കും. മാത്രമല്ല, ഗോഡ് ഈസ് നോട്ട് അൺജസ്റ്റ്. ഹി വിൽ നോട്ട് ഫോർഗെറ്റ് യുവർ വർക്ക് ആൻഡ് ദ ലവ് യു ഹാവ് ഷോൺ ഹിം ആസ് യു ഹാവ് ഹെൽപ്ഡ് ഹിസ് പീപ്പിൾ ആൻഡ് കണ്ടിന്യൂ ടു ഹെൽപ്പ് ദം. ദൈവം നാം ചെയ്ത നന്മകൾ മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. നിങ്ങളൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടോ? പലരെയും സഹായിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ ഗതി പിടിക്കാൻ വേണ്ടി പലരെയും ബാക്കിൽ നിന്ന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? ഇതെല്ലാം ദൈവം ഓർത്തിരിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തത് ഓരോന്നും ദൈവം ഓർത്ത് സമയത്ത് അതിൻ്റെ പ്രതിഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു തരുന്നവനാണ് നമ്മുടെ ദൈവം. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ മറന്നു കളയരുത്. വെള്ളിയാഴ്ച നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് കോഴഞ്ചേരിയിലാണെങ്കിൽ, ശനിയാഴ്ച തിരുവനന്തപുരം ജില്ലയിൽ കാട്ടക്കടയിലാണ്. മാത്രമല്ല, ഈ ഞായറാഴ്ച സിസ്റ്റർ ക്ഷമ നമ്മുടെ പറവൂർ ബ്ലെസ്സിങ് സെൻറ്ററിൽ ഉണ്ടായിരിക്കും. അവിടെയുള്ളവർ തയ്യാറാകുക. കൂടാതെ ചുറ്റുമുള്ള എവിടെ നിന്നെല്ലാം അവിടെ എത്തിച്ചേരാമോ അവിടെ നിന്നുള്ളവരെല്ലാം അവിടെ വരുമെങ്കിൽ ഒരു വലിയ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വരിക. നമ്മുടെ ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുമ്പോൾ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട ആശിഷുമാരി, അതുപോലെ എൻ്റെ പ്രാർത്ഥന ഡയറി ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ളത് മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നൽകപ്പെട്ട ദൈവവചന സന്ദേശങ്ങളുടെ CD-കൾ, ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനാപൂർവം ഈ മീറ്റിങ്ങിൽ വന്ന് അനുഗ്രഹം പ്രാപിക്കാൻ ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറാത്ത തലവേദന മൂർച്ഛിച്ച് വൊമിറ്റ് ചെയ്യുന്ന, ഛർദ്ദിക്കുന്ന, തളർന്ന് ബോധം കെട്ടതുപോലെ കിടക്കുന്ന വ്യക്തികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ശരീരത്തിൽ വളരുന്ന അമിതമായ ചില വളർച്ചകൾ, ചില ഭാഗങ്ങളിൽ മാംസം വളരുന്നത് യേശുവിൻ്റെ നാമത്തിൽ ചുരുങ്ങിപ്പോകട്ടെ. ഇൻ ജീസസ് നെയിം. നട്ടലിനകത്തുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ബോൺ മാരോ, അസ്ഥിക്കകത്തുള്ള മജ്ജ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാവിധ ക്യാൻസറുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ഗായത്രി എന്നു പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. വല്ലാത്ത രീതിയിൽ കൊളസ്ട്രോളിൻ്റെ ഹൈ കൊളസ്ട്രോൾ പ്രോബ്ലം യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരിയിൽ നിന്നും മാറിപ്പോകട്ടെ. വലിയ വിടുതലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. ചില കുഞ്ഞുങ്ങളിലുള്ള രോഗങ്ങളെ കർത്താവ് മാറ്റിക്കളയുന്ന, പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങൾ, ശരീരം മുഴുവൻ ഉള്ള പ്രത്യേക രീതിയിലുള്ള ത്വക്ക് രോഗങ്ങൾ ചില കുഞ്ഞുങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ. എല്ലാവിധ അബ്നോർമാലിറ്റീസും മാറിപ്പോകട്ടെ. മാനസിക വൈകല്യങ്ങളും രോഗങ്ങളും സൗഖ്യമാകട്ടെ.
അപസ്മാര രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഞാനിത് പറയുമ്പോൾ ചിലരുടെ ശരീരങ്ങളിൽ എന്തൊരു ശക്തി ഇറങ്ങുന്നത് പോലെ, ഒരു ഇലക്ട്രിക് പവർ പോലൊക്കെ അനുഭവിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സൗഖ്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. രോഗസൗഖ്യങ്ങൾക്കായി നന്ദി പറയുന്നു. നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ അവസ്ഥകളോ ഞാൻ എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും ജനറലായി ഒരു വലിയ സൗഖ്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗസൗഖ്യം ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നാളെ ഈ സന്ദേശം നമ്മൾ തുടരുകയാണ്. ഈ ആഴ്ചയിൽ ഒന്നുപോലും മിസ് ചെയ്യരുത്. മറ്റുള്ളവരോട് പറയണം. കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. We will see tomorrow. God bless you. Bye-bye. ഇന്നത്തെ ബൈബിൾ ആൻഡ് യുവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലെ ധനവാന് എത്ര സഹോദരന്മാർ ഉണ്ടായിരുന്നു? ഹൗ മെനി ബ്രദേഴ്സ് ഡിഡ് ദ റിച്ച് മാൻ ഹാവ് ഇൻ ദ പാരബിൾ? ഓപ്ഷൻസ്: എ 2, ബി 3, സി 4, ഡി 5. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നവർക്ക് ഓയം ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222111 0484 4222111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.